തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. യുകെയുടെ ഞാൻ റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ നമുക്ക് ഒരുപാട് റിസർച്ചിന്റെ എൻക്വയറീസും വരാറുണ്ട്. ഇതിൽ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് എന്നുള്ള കോഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ഡെറിവേറ്റീവ്സ് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് വിത്ത് ഇന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റിൽ റിസർച്ച് കിട്ടുമോ, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് അല്ലെങ്കിൽ ഡിഗ്രി ചെയ്തത് ഇന്ന കോഴ്സ് ഇന്ന സബ്ജക്റ്റിലാണ് ഞാനത് ചെയ്തേക്കുന്നത്, അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ എനിക്ക് ഇന്ന ലൊക്കാലിറ്റിയിൽ വേണം എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും നമുക്ക് വരുന്ന എൻക്വയറീസ്. റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്. എന്തിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്? നിങ്ങൾക്ക് ഒരു PhDയോ അല്ലെങ്കിൽ MPhilോ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്സ് പഠിക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് ഈ റിസർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇത് പ്യുവർലി ഒരു റിസർച്ച് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഒരു റിസർച്ച് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് റിസർച്ച് എന്ന് പറയുന്ന കോഴ്സ്. നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈതർ നിങ്ങൾക്ക് MPhilോ അല്ലെങ്കിൽ ഡയറക്റ്റ് PhDക്കോ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ള എലിജിബിലിറ്റി കിട്ടും എന്നുള്ളതാണ് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി ഇതിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനും മാസ്റ്റേഴ്സ് ചെയ്യാൻ താല്പര്യമില്ല, പകരം അവർക്ക് ഡയറക്റ്റ് ഒരു റിസർച്ച് പ്രോഗ്രാമിലേക്ക് പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ റിസർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇനി അടുത്തൊരു കാര്യം, റിസർച്ച് ചെയ്യുന്ന ആളുകൾ ബേസിക്കലി അവർക്ക് ഒരു സ്പൗസ് വിസ കിട്ടും എന്നുള്ള ഒരു ഒറ്റ കൺസേൺ എടുത്തിട്ടാണ്. കാരണം UK നിങ്ങൾക്ക് തന്നെ അറിയാം, 2024 ശേഷം സ്പൗസ് വിസ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാം എടുക്കുന്ന സ്റ്റുഡൻസിനോ അവൈലബിൾ അല്ല. ലെവൽ 7 ആൻഡ് എബോവ് ഉള്ള കോഴ്സുകൾ എടുക്കുന്ന സ്റ്റുഡൻസിനാണ് ശരിക്കും ഇപ്പോൾ സ്പൗസ് വിസ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്പൗസ് വിസയ്ക്ക് വേണ്ടിയാണ് റിസർച്ച് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ റിസർച്ച് ഒരു റിസർച്ച് ഓറിയന്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ട്രഡീഷണൽ കോഴ്സുകൾ പോലെ ഒരു ബാച്ചിലേഴ്സോ ഡിഗ്രിയോ പോലെ അല്ല ഇതിൻ്റെ സ്ട്രക്ചർ. നിങ്ങൾക്ക് ബേസിക്കലി 1, 2, മാക്സിമം 3 സബ്ജക്ട്സ് മാത്രമാണ് റിസർച്ച് എന്ന് പറഞ്ഞ ഈ കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിസർച്ച് മെത്തഡോളജിനെ കുറിച്ച്, എങ്ങനെ നിങ്ങൾക്ക് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ കോർ സബ്ജക്റ്റായിട്ട് വരുന്നത്. പിന്നെ അതിന് സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലും 1, 2 സബ്ജക്ട്സ് മാത്രമേ ഈ കോഴ്സിന് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ റിസർച്ച് പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു മെൻറ്റർ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മെൻറ്ററിൻ്റെ കീഴിലാണ് നിങ്ങൾ ബേസിക്കലി റിസർച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ റിസർച്ച് കോഴ്സ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു PhD പ്രോഗ്രാമിനോ അല്ലെങ്കിൽ MPhil പോലത്തെ ഒരു പ്രോഗ്രാമിനോ നിങ്ങളൊരു തീസിസ് സബ്മിറ്റ് ചെയ്യാറുണ്ട്. നമ്മളെ ആര് മെൻറ്റർ ചെയ്യുന്നോ അദ്ദേഹത്തിന് നമ്മളുടെ തീസിസ് ആക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം നമ്മൾ ആ തീസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ റിസർച്ചിനും നിങ്ങൾ ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യുന്ന ആവശ്യമുണ്ട്. നിങ്ങൾ ഇന്ന ടോപ്പിക്ക് യൂണിവേഴ്സിറ്റിയാണ് തരുന്നത്. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാനൊരു സ്ക്രീൻ റെക്കോർഡിങ് നിങ്ങളെ കാണിച്ചു തരാം. അതിൽ പല യൂണിവേഴ്സിറ്റികളുടെയും റിസർച്ച് കോഴ്സസ് ഓപ്പൺ ആയിട്ടുള്ളതിൻ്റെ ഒരു സ്ക്രീൻ ലിങ്ക് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ തന്നെ ഞാൻ പല സബ്ജക്ട്സും ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും റിസർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പ്രധാനമായിട്ടും എല്ലാവരും റിസർച്ച് ഓപ്റ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫീസ് വളരെ അഫോർഡബിൾ ആണ് എന്നുള്ളതാണ്. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ചിലപ്പോൾ നിങ്ങളുടെ റിസർച്ച് കംപ്ലീറ്റ് ആവാത്തതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫീസും കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. പിന്നെ ഇതിൽ മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇതൊരു ഡിഗ്രി പ്രോഗ്രാമോ മാസ്റ്റേഴ്സ് പ്രോഗ്രാമോ അല്ല. ഈ ഡിഗ്രി പ്രോഗ്രാമിലും മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലും റെഗുലർ ഇൻടേക്സും അതിന് റെഗുലറായിട്ട് ഇത്ര സീറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അതുപോലെ അതിൻ്റെ അകത്ത് ഉള്ള നമ്മൾക്ക് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ യൂണിവേഴ്സിറ്റിയാണ് സ്ട്രക്ചർ ചെയ്ത് തരുന്നത്. നമ്മൾക്ക് ഇന്ന ടോപ്പിക്സ് പഠിക്കണം. അതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോർമലി ഒരു ഇൻടേക്കിൽ നമുക്ക് ഏകദേശം 9 സബ്ജക്റ്റും അതിൽ ലാസ്റ്റ് ഒരു പേപ്പർ നമ്മുടെ ഡെസർട്ടേഷനുമാണ് വരുന്നത്. പക്ഷേ റിസർച്ചിൽ അങ്ങനെ വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം അതൊരു റിസർച്ചാണ്. റിസർച്ചിൽ നിങ്ങൾ തന്നെയാണ്
നിങ്ങളുടെ ടോപ്പിക്ക് കണ്ടുപിടിക്കേണ്ടതും അതിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. റിസർച്ചിൻ്റെ പല യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കോഴ്സസ് ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും. ഈ കോഴ്സ് ഓപ്പൺ ആയി കിടക്കുന്നതിൽ നമ്മൾക്ക് നമ്മളുടെ ഒരു തീയസ് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ നോക്കുന്ന സ്റ്റുഡൻസ് മനസ്സിലാക്കുക, ഇതൊരു സാധാരണ ഡിഗ്രിയോ മാസ്റ്റേഴ്സ് പ്രോഗ്രാമോ അല്ല. നമ്മളാണ് ഇതിൻ്റെ അകത്ത് റിസർച്ച് നടത്തേണ്ടത്, നമ്മളാണ് ഇതിൻ്റെ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്, നമ്മളാണ് ഇതിൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ കൊണ്ടുവരേണ്ടത്. ഇത്ര നമ്പേഴ്സ് ഓഫ് സീറ്റ് അവൈലബിൾ ആണ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിലില്ല. യൂണിവേഴ്സിറ്റിക്ക് മാക്സിമം കൊടുക്കാവുന്ന ഒരു നമ്പർ ഓഫ് സീറ്റ്സ് ഉണ്ട്. അത് പേഴ്സൺ ടു പേഴ്സൺ, തീസിസ് ടു തീസിസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യം. ഇപ്പം നോർമലി നമുക്കിപ്പോൾ ഒരു MBA പോലത്തെ ഒരു കോഴ്സ് ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ജനുവരി ഇൻടേക്കോ സെപ്റ്റംബർ ഇൻടേക്കോ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ഇൻടേക്കിലൊക്കെ MBA പോലത്തെ ഒരു കോഴ്സ് അവൈലബിൾ ആയിരിക്കും. അതിനൊരു 30 സീറ്റ്സ് 40 സീറ്റ്സ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുണ്ടാവും എന്ന് നമുക്കറിയാം. പക്ഷേ റിസർച്ച് പോലത്തെ ഒരു കോഴ്സിന് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റില്ല ഇന്ന കോഴ്സിൽ ഇത്ര സീറ്റ്സ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് തന്നെ റെഫർ ചെയ്ത് നോക്കാൻ പറ്റും. അതിൻ്റെ റിസർച്ച് സീറ്റ്സ് അവൈലബിൾ ഇൻ UK സെപ്റ്റംബർ 2025 നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ലിസ്റ്റ് കിട്ടും. അതെല്ലാം നിങ്ങൾക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര യൂണിവേഴ്സിറ്റിയിൽ എന്തെല്ലാം ടോപ്പിക്സിൽ റിസർച്ച് ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്ക് ഇന്ന കോഴ്സ് എനിക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയിലുണ്ട്, അത് ചെക്ക് ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് വന്നത് ഒരു എൻക്വയറിയിൽ ടീച്ചിങ് വേണം, അതിൽ ഇന്ന ഒരു ടീച്ചിങ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു എൻക്വയറി വന്നു. പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിസർച്ച് കോഴ്സ് അതിൻ്റെ ഓപ്പൺ ഇല്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. റിസർച്ചിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് റിസർച്ചസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതെനിക്ക് ആപ്റ്റാണോ, ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. നമ്മളുടെ ആ രാജ്യത്തേക്ക് പോകേണ്ട പ്രയോറിറ്റീസും കൺസേൺസും പലതാണ്. ഫാമിലി വിസ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വർക്ക് ലിമിറ്റ് ഇല്ല, നമുക്ക് അവിടെ എങ്ങനെ സെറ്റിൽ ആവുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റീസ്. എങ്കിലും നമ്മളിവിടുന്ന് പോകുന്നത് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കോഴ്സ് ഡ്യൂറേഷൻ തീരുന്നവരെ നമുക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് എന്തായാലും വേണം. നമ്മൾ ആ കോഴ്സ് തീർക്കാതെ നമുക്ക് ഒരു വർക്ക് വിസയിലേക്കോ സ്റ്റേ ബാക്കിലേക്കോ പോകാൻ പറ്റില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് എന്താണ് റിസർച്ച് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് കോഴ്സസ് ഓപ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സെപ്റ്റംബർ 2025 അഡ്മിഷൻസ് നോക്കുന്ന ആളാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ടോപ്പിക്കിനെ കുറിച്ച് അറിയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.